നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ നേരെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിപ്പ് ലൈനിലൂടെ കടന്നു പോകുന്ന രംഗങ്ങളാണ് ഗൈസ് ഈ കാണുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരിവരിയായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബിനുമോൻ ൻ്റെ വക വേറൊരു അഡ്വഞ്ചർ ഉണ്ടായിരുന്നു. ഇതിലൂടെ എല്ലാം സാഹസികമായി കടന്നു, അതെല്ലാം വിജയിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സമയമായിരുന്നു. വഴിയിൽ നമുക്കൊരു കുരങ്ങനെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത് വൈറ്റ് ഹൗസിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മന്തിയും കഴിച്ച് ഞങ്ങളെല്ലാം ഫുള്ളായി അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ഫ്രണ്ട് സെമീനെ എന്നെ പോണ വഴിയിൽ അവനെയും കണ്ടുമുട്ടി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാർട്ടിലോട്ട് പോയി. അവിടെയും നമ്മൾ പോയത് ഗെയിം സെക്ഷനിലോട്ടായിരുന്നു. സ്ഥിരം പരിപാടി. ഇന്ന് ഫുൾ ഗെയിമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബോളിംഗ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്കോർ ചെയ്യാൻ നിർത്തി. ഫൈനലി ഇർഫാൻ തന്നെയായിരുന്നു സ്കോറിങ്ങിൽ മുന്നിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് ഹഗ് ആൻഡ് മക്കിലോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, വയറും നിറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹാപ്പിയൊക്കെ ആയി. അങ്ങനെ ബായ് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ, ബായ്.